എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ അഡ്മിഷൻ ആവശ്യമായ രേഖകൾ, കോളേജ് ജോയിനിങ് ജൂൺ 24 മുതൽ 30 വരെ, ഇന്നു മുതൽ ജൂൺ മാസം 30 വരെയാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 7 പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണിത്. കാരണം അഡ്മിഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അഡ്മിഷൻ ആവശ്യമായ രേഖകൾ ജൂൺ 24 മുതൽ 30 വരെയാണ് കോളേജ് ജോയിനിങ്. അതായത് ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പ്രവേശനത്തിനായിട്ട് അതാത് കോളേജുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് നിങ്ങൾക്ക് ഹാജരാകാൻ സാധിക്കും. ജൂലൈ 7 തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. നമുക്ക് നോക്കാം. UG, FIUGP, FIIMB രണ്ടാം അലോട്ട്മെൻറ്റ് നിർദ്ദേശങ്ങൾ. 2025-26 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് admission.kannur-university.ac.in പ്രസിദ്ധീകരിച്ചു. അപേക്ഷകൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതും, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായി ഫസ്റ്റ് ടൈം അഡ്മിഷൻ ലഭിക്കുന്നവർ അഡ്മിഷൻ ഫീ ഓൺലൈനായി നിർബന്ധമായും അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 2025 ജൂൺ 30 അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത്, ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച് രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സീറ്റ് ലഭിച്ച് രണ്ടാം അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് കോളേജിൽ പോവാം. എന്നാൽ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പരാമർശിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ, അഡ്മിഷൻ ഫീ, അതായത് ജനറൽ കാറ്റഗറിക്ക് 990 രൂപയും SC/ST കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 925 രൂപയും ഈ ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കേണ്ടത്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 990 രൂപയും SC/ST കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ 925 രൂപയും അടയ്ക്കേണ്ടതാണ്. മറ്റ് രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നില്ല. SBI ePay വഴി മാത്രമേ പേയ്മെൻ്റ് ഉള്ളൂ. മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി അടയ്ക്കുന്ന പേയ്മെൻറ്റുകൾ ഒരു കാരണവശാലും സ്വീകരിക്കില്ല. അഡ്മിഷൻ ഫീ 990 രൂപ ജനറൽ കാറ്റഗറിക്ക്, SC/ST വിഭാഗത്തിന് 925 രൂപയുമാണെന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ ലഭിച്ചാൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒന്നാം അലോട്ട്മെൻറ്റിൽ ലഭിക്കുകയും നിങ്ങൾ ഫീസ് അടയ്ക്കുകയും ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും ഫീസ് അടയ്ക്കേണ്ട. ആര് മാത്രം ഫീസ് അടച്ചാൽ മതി? രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം ലഭിച്ചവർ ഫീസ് അടച്ചാൽ മതി. നിശ്ചിത അഡ്മിഷൻ ഫീസ് ഒടുക്കി കോളേജിൽ പ്രവേശനം നേടാത്തവർ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് പുറത്താകും. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ പ്രകാരം കൃത്യമായി കോളേജിൽ പ്രവേശനം നേടിയില്ലെങ്കിൽ, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും കൃത്യമായി കോളേജിൽ പ്രവേശനം നേടുകയും ചെയ്തില്ലെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഒരു കാരണവശാലും പരിഗണിക്കില്ല. കോളേജ് പ്രവേശനം 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീ ലഭിക്കുന്നതിനായി കോളേജിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ 24/6/2025 മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതായത് വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ടും കയ്യിൽ വേണ്ട ഒരു ഡോക്യുമെൻ്റാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും? ജൂൺ 24 ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് കിട്ടിത്തുടങ്ങും എന്നുള്ളത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാകും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിശ്ചയിച്ചിരിക്കുന്ന കാലയളവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് എന്നൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ പോകേണ്ടത്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിലാണ് നിങ്ങൾ കോളേജിൽ പോകേണ്ടത്.
എന്തെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതാത് കോളേജ് പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടണം. ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 24 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസമാണല്ലോ ആ ദിവസം. അപ്പം നിങ്ങൾക്ക് ആ നിശ്ചിത ഡേറ്റിൽ പോകാൻ സാധിക്കാത്തവർ ഉടൻ തന്നെ കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടണം. കോളേജിൽ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ഐ ഡി നിർബന്ധമായും ഉണ്ടാക്കണം. അബാർ ഐ ഡി ഇല്ലാത്ത വിദ്യാർത്ഥികൾ www.abc.gov.in എന്ന വെബ്സൈറ്റിൽ അബാർ ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ഐ ഡിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് കോളേജിൽ ഹാജരാക്കണം. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം ഇനി ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങൾ ആദ്യം അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയല്ലോ അത്. അലോട്ട്മെൻറ്റ് മെമ്മോ, രജിസ്ട്രേഷൻ ഫീസ്, അതായത് നിങ്ങളുടെ 600 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 600 രൂപയും SC/ST കാറ്റഗറി ആണെങ്കിൽ 300 രൂപയും അടച്ചതിൻ്റെ റെസീറ്റ്. സർവകലാശാല അഡ്മിഷൻ ഫീ ഓൺലൈനായി അടച്ച റെസീറ്റ്, അത് ജനറൽ കാറ്റഗറി 990 രൂപയും SC/ST കാറ്റഗറി 925 രൂപയും അടച്ച റെസീറ്റാണ് യൂണിവേഴ്സിറ്റി ഫീ അടച്ച റെസീറ്റ്. യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് ലിസ്റ്റാണ്. നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ DHSCയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ലിസ്റ്റ് ഇതിനായിട്ട് ഉപയോഗിക്കാം, അത് മതി. ജനനതീതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആധാർ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ TC. കോഴ്സ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് മീൻസ് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, സ്വഭാവ സർട്ടിഫിക്കറ്റും TCയും. അസൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗങ്ങൾക്ക്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതാത് കോളേജിൽ പ്രവേശനത്തിനായിട്ട് കൊണ്ടുപോകണം. കമ്മ്യൂണിറ്റി കാസ്റ്റ് തെളിയിക്കുന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ രേഖ, OEC വിഭാഗങ്ങൾക്കാണ് കമ്മ്യൂണിറ്റി കാസ്റ്റ് തെളിയിക്കുന്നതിനുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്. OEC വിഭാഗങ്ങൾക്ക് മാത്രമാണ്. EWS വിഭാഗമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് EWSകാർക്ക്. നിങ്ങൾ EWS ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അസൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് SCBC വിദ്യാർത്ഥികൾക്കാണ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. SCBC കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. യോഗ്യതാ മാർക്ക് തെളിയിക്കുന്നതിന് ആവശ്യമായുള്ള അസൽ സർട്ടിഫിക്കറ്റ്, യോഗ്യതാ മാർക്ക് തെളിയിക്കുന്നതിനുള്ളത് നിങ്ങളുടെ +2, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. HSC, VHSC, THSC, CBSC, CISCC, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ സർവകലാശാലയുടെ റീകോർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. റീകോർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. HSC, VHSC, THSC, CBSC, CISCE, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്ന് യോഗ്യത നേടിയവർ, ഈ പറഞ്ഞ ബോർഡുകളിൽ നിന്നല്ലാതെ മറ്റ് ബോർഡുകളിൽ നിന്ന് യോഗ്യത നേടിയവർ കണ്ണൂർ സർവകലാശാലയുടെ റീകോർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. നേറ്റിവിറ്റി തെളിയിക്കുന്ന ഏതെങ്കിലും 2 സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് SLC ഉപയോഗിക്കാം, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉപയോഗിക്കാം. SLC ഉപയോഗിക്കാം, നേറ്റിവിറ്റി തെളിയിക്കാൻ SLC നിങ്ങൾക്ക് ഉപയോഗിക്കാം, ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ഉപയോഗിക്കാം. അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ NCC, NSS അതുപോലുള്ള മറ്റ് കാര്യങ്ങൾ yes or no എന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ അഡ്മിഷൻ സമയത്ത്, അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ ടിക്ക് ചെയ്ത് കൊടുത്തതെല്ലാം നിങ്ങൾ കൊണ്ടുപോകണം. സർവകലാശാല റെഗുലർ വിദ്യാർത്ഥികൾക്ക് 2025-26 അധ്യയന വർഷം മുതൽ ഏർപ്പെടുത്തുന്ന ഗ്രൂപ്പ് പേഴ്സണൽ അസിസ്റ്റൻ്റ് പോളിസിയുടെ അത് വേറെയുള്ള കാര്യമാണ്, അത് നിങ്ങൾക്ക് ഉള്ള കാര്യം അല്ല. നമുക്ക് താൽക്കാലിക പ്രവേശനം, ഇത്രയും നമ്മൾ എടുത്തത് പെർമനൻറ്റ് പെർമിഷനാണ്. ടെമ്പററി അഡ്മിഷൻ, ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടാം. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തി ഇപ്പോൾ ജൂലൈ 7 പ്രസിദ്ധീകരിക്കുന്ന 3rd അലോട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജൂലൈ 7 പ്രസിദ്ധീകരിക്കുന്ന
ജൂലൈ 7 പ്രസിദ്ധീകരിക്കുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടണം. ഇതിനായി അവർ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തണം. ഞാൻ ഈ മേളിൽ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ മറ്റ് ഫീസുകൾ കോളേജിൽ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ താൽക്കാലിക പ്രവേശനമാണെങ്കിൽ കോളേജുകളിൽ ഫീസ് അടയ്ക്കേണ്ട. യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം, ബട്ട് കോളേജുകളിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടണം. ഇപ്പോൾ 5ാമത്തെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ ലഭിച്ചാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ 3ാം അലോട്ട്മെൻറ്റിൽ 2ാമത്തെ ഓപ്ഷൻ ലഭിച്ചാൽ അങ്ങോട്ട് മാറണം. അത് അടുത്ത അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ലഭിക്കുന്ന പക്ഷം അങ്ങോട്ട് മാറേണ്ടതാണെന്ന് അർത്ഥം. അല്ലാത്ത പക്ഷം അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകും. നിങ്ങൾ പുതിയ ഓപ്ഷനിലേക്ക് മാറിയില്ലെങ്കിൽ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് പുറത്താകും. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്താത്ത എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ച് കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള രീതിയിൽ പ്രവേശനം നേടണം. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പ്രവേശനം നേടണം. കോളേജിൽ സ്ഥിരപ്രവേശനം നേടുന്നവർ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടണം. അതായത് നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിലേക്ക് പോകേണ്ടതാണ്. ജൂലൈ 7 തേർഡ് അലോട്ട്മെൻറ്റ് വരിക. കൂടുതൽ വിവരങ്ങൾക്ക് admission.kannur.ac.in ലഭ്യമാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ 4954262995 അല്ലെങ്കിൽ 7356948230. ഇമെയിൽ ID ugdoa@kannur.ac.in ബന്ധപ്പെടാം. പുതിയ വീഡിയോ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.